ഷെയ്ഖുനാനെ നേരിട്ട് കാണാനും അനുഭവിക്കാനും ഒക്കെ തൗഫീഖ് ഉണ്ടായല്ലോ, വലിയ സന്തോഷം തന്നെ. അന്ന് ഷെയ്ഖുനാടെ ആ രൂപം എങ്ങനെയായിരുന്നു? രൂപം നല്ല റസൂലുള്ളാഹിയുടെ സിഫത്തൊക്കെ ഒത്തിണങ്ങിയതാണ്. ചുവപ്പ് നിറഞ്ഞ വെളുപ്പ് നിറമാണ് ഷെയ്ഖുനാടെ. നെഞ്ചൊക്കെ വിരിഞ്ഞ നെഞ്ചാണ്. എങ്ങനെ മുഖത്ത് നോക്കിയാൽ കണ്ണെടുക്കാൻ തോന്നൂല, അത്രയും ഭയങ്കര ഗാംഭീര്യമാണ് മുഖത്ത് നിന്ന്. അങ്ങോട്ട് ആ സൗന്ദര്യം അങ്ങനെ നോക്കിയാൽ കൊതി തീരൂല. പക്ഷെ അദ്ദേഹം അൽഹംദുലില്ലാ പിന്നെ കൂട്ടങ്ങൾ പലപ്പോഴും കൂടിയിട്ടുണ്ട്, എന്നോട് പലതും പറഞ്ഞതുകൊണ്ട് ആ പറഞ്ഞതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഓർമ്മ വരുമ്പോഴൊക്കെ ഞാനിപ്പോൾ അതിൻ്റെ പൂതി തീർക്കാൻ വേണ്ടി ഒരിക്കൽ ഞാൻ അത്തർ കൊണ്ടുപോയി കൊടുത്ത്. എന്നോട് ചോദിച്ച് ഇതെന്താണ്? ഞാൻ പറഞ്ഞ് അത്തറാണ്. അതിൻ്റെ പേരെന്താണ്? ഞാൻ പറഞ്ഞ് അപ്പോൾ ഉടനെ ഷെയ്ഖുന പറഞ്ഞ് അത് ജന്നാത്തുൽ ഫിർദൗസാണ്. ഞാൻ ഷെയ്ഖുനാക്ക് നേരിട്ട് കൊടുത്ത അത്തർ ഇപ്പോഴും ചിറ്റടി മീത്തലിൽ ഷെയ്ഖുനാടെ ആധാരം സൂക്ഷിച്ച റൂമിൻ്റെ ഉള്ളിൽ അതിൻ്റെ മുകളിൽ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്, വറ്റിയിട്ടില്ല. അപ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞ് കരഞ്ഞ്. അതും അനുഭവമാണ്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ എത്രയോ ഉണ്ട്. ഒരു ദിവസം മംഗലാപുരത്ത് നിന്ന് രാത്രി 11:30 മണിക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അപ്പോൾ മടവൂർക്ക് പോകണം. വീട്ടിൽ ഭാര്യയും മോളും മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഷെയ്ഖുനാടെ വലിയ ഫാത്തിഹ ഓതി. അപ്പോൾ കോട്ടുപള്ളിയിലുള്ള ഒരു ഇന്നോവ കാറ് വന്ന് അവിടെ ഒരാളെ കയറ്റാൻ വേണ്ടി വന്നാണ്. അവർ എന്നെ കണ്ടപ്പോൾ എവിടെ പോകണമെന്ന് ചോദിച്ച്. ആ ഇന്നോവ കാറിൽ വേറെയും 4 ആൾക്കാരുണ്ട് മടവൂർക്ക് സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ആ കാറിൽ കയറിയിട്ട് അയാൾ നേരിട്ട് മടവൂർ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി തന്നു രാത്രി 12 മണിക്ക്. അങ്ങനത്തെ അനവധി അനുഭവങ്ങൾ, എത്രയോ അനുഭവങ്ങൾ. ഷെയ്ഖുനാക്ക് ഫാത്തിഹ ഓതിയാൽ വണ്ടി. ഇന്ന് രാവിലെ സുബഹിക്ക് ഒരു ലിമിറ്റഡ് ബസ്സിൽ കയറി വാച്ച് നോക്കുമ്പോൾ 7:30 ആയിട്ടുണ്ട്. ഉടനെ ഷെയ്ഖുനാക്ക് ഫാത്തിഹ ഓതി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ചായ കുടിച്ചതിന് ശേഷമാണ് ട്രെയിൻ വന്നത്. ട്രെയിൻ ഞാൻ നിയന്ത്രിക്കുന്നു, പ്ലെയിൻ ഞാൻ നിയന്ത്രിക്കുന്നു, ഞാൻ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞത് എൻ്റെ അനുഭവത്തിലുണ്ട്. പിന്നെ ഒരിക്കൽ കണ്ണൂർ തലശ്ശേരി സിയാറത്തിന് പോയപ്പോൾ ഞാനും മുത്താലിമീങ്ങളെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ ടൈമില്ല. ഓടിച്ചെന്ന് ബഷീർ നദീവി എന്ന് പറഞ്ഞ ആൾ ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഇല്ല, വണ്ടി സ്റ്റാർട്ടായിപ്പോയി എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കാതെ വണ്ടിയിൽ കയറി ബഷീർ നദീവി ഞാനും ഞങ്ങളെല്ലാവരും കൂടെ. ഉടനെ ബഷീർ നദീവി പറഞ്ഞ് ചതിച്ചല്ല കുഞ്ഞു ഉസ്താദേന്ന്. ഏയ് ഷെയ്ഖുനില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ മുത്താലിമീങ്ങളടക്കം ഒരു യാസീൻ അങ്ങോട്ട് ഓതി. അപ്പോൾ ആ ട്രെയിൻ മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ അത് വിട്ടാൽ പിന്നെ കണ്ണൂരേ നിർത്തുള്ളൂ. അപ്പോൾ ഈ ടിക്കറ്റ് എടുക്കുന്ന കൊടുക്കാത്ത അയാൾ കാണലാണ് വണ്ടിയിൽ ഞങ്ങൾ ഓടിക്കയറിയത്. അയാൾ സ്പെഷ്യൽ കോഡിന് വിവരം അറിയിച്ചിട്ട് ആ സ്പെഷ്യൽ കോഡ് പോലീസ് ഞങ്ങളെ ഗരാവ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ ഈ വണ്ടി പിടിച്ചിട്ട് അപ്പോൾ ഓടിപ്പോയി ടിക്കറ്റ് എടുത്ത് കണ്ണൂരിന് ഇപ്പുറം ഒരു സ്റ്റേഷനിൽ വണ്ടി പിടിച്ച് നിർത്തി. അപ്പോൾ ഓടിപ്പോയി ടിക്കറ്റ് എടുത്ത് കണ്ണൂർ എത്തിയപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കാണ് പോരുന്നത്. സ്പെഷ്യൽ കോഡ് വന്ന് ഞങ്ങളുടെ അരിയത്തേക്കാണ് നേരിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിൽ ഷിനാസ് എന്ന് പറയുന്ന ഒരു മുത്താലിമുണ്ട്. അവൻ ചോദിച്ച് സാറേ നിങ്ങൾ, അപ്പോൾ ടിക്കറ്റ് എടുത്ത് കൊടുത്ത്. ടിക്കറ്റ് ഇയാൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ടിക്കറ്റ് അയാൾക്ക് എടുത്ത് കൊടുത്തപ്പോൾ അയാൾ ടിക്കറ്റ് നോക്കും, ഞങ്ങളുടെ മുഖത്തിട്ട് നോക്കും, പിന്നെ നോക്കും. അങ്ങനെ ഇതിങ്ങനെ കാട്ടിയപ്പോൾ ഈ ഷിനാസ് എന്ന് പറഞ്ഞ ചോദിച്ച് സാറേ നിങ്ങൾ ഞങ്ങളുടെ ചേർത്തേക്കാണല്ലോ വന്നത്, വേറെ ആരെയും ചെക്ക് ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ച് ലിബ്യനായിപ്പോയി. അങ്ങനത്തെ ഷെയ്ഖുനായിട്ട് ബന്ധപ്പെട്ട അനവധി അനുഭവങ്ങൾ
പറഞ്ഞു കേട്ടതും സ്വന്തം അനുഭവത്തിലും സ്വന്തം അനുഭവം സ്വന്തം അനുഭവമാണ് ഇപ്പം ഈ പറഞ്ഞത്. അതെ അതെ. ആ പിന്നെ ഷേഖുന CM ലോകമാണല്ലോ. ഷേഖുന ഓരോ ഷെയ്ഖുന ലോകം നിയന്ത്രിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, ശരിയല്ലേ? അത് ഹക്കാണല്ലോ. ഹക്കായതല്ലേ ഷേഖുന പറഞ്ഞിട്ടുള്ളൂ. ലോകം നിയന്ത്രിക്കാം, ഞാൻ ലോകം നിയന്ത്രിക്കുന്ന ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. കുത്തുബുല്ലാലമാണെന്നും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞ വാക്കുകളെല്ലാം അക്കമ്പതി ഇപ്പോൾ ലോകൊട്ടാകെ അംഗീകരിച്ചു പോയല്ലോ. ഷേഖുന പറഞ്ഞ ഒരു ലഫ്ളും വെറുതെ ആയിപ്പോയിട്ടില്ലല്ലോ. ഷേഖുന ആരാണ് റബ്ബ് ത്യജിച്ച ത്യാഗം. ഷേഖുനെ കണ്ടവരാരെയും ഷേഖുന തർബിയത്ത് ചെയ്യാനും അതിനപ്പുറം നിയന്ത്രിക്കാനുമുള്ള കഴിവ് ഷേഖുനക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അവിടുത്തെ പദ്ധതിയിലായിട്ട് ഒരുപാട് കാലം ദീനിന് ഖിദ്മത്തെടുക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. അന്ന് മൂപ്പന്റെ വീട്ടിൽ പോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകളുണ്ടോ? ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോയി ക്യൂ നിൽക്കുമായിരുന്നോ? ഞാൻ ക്യൂ നിൽക്കുമ്പോഴാണല്ലോ എന്നെ വിളിച്ചത്. ക്യൂയിൽ നിന്ന് വിളിച്ച് കൊടുങ്ങലിൽ നിന്ന് വന്ന ആളെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ കയറിപ്പോയി. ഈ ഫ്ലൈറ്റ് നിയന്ത്രിക്കട്ടെ, ബസ് ട്രെയിൻ നിയന്ത്രിക്കട്ടെ എന്നൊക്കെ പറഞ്ഞത് അത് ഒരിക്കൽ ഞാൻ കുട്ടമംഗലം എന്ന് പറഞ്ഞ പള്ളിയിൽ മുക്രിയായിരിക്കുന്ന സമയത്ത് ഷേഖുനാക്കൊരു യാസീൻ ഓതിയിട്ട് പുറപ്പെട്ടാൽ വെള്ളിയാഴ്ച ജുമയ്ക്ക് മോൻ ജുമ നിസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ മതി, ഫ്ലൈറ്റ് പോകൂല. ഷേഖുനാക്ക് യാസീൻ ഓതിക്കോളാൻ പറഞ്ഞ് യാസീൻ ഓതി ഫ്ലൈറ്റ് കിട്ടി. അങ്ങനത്തെ അനവധി അനുഭവങ്ങളുണ്ട് നമ്മൾ പറഞ്ഞിട്ട്. പിന്നെ കുഞ്ഞൂസ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഊരാണെങ്കിലും ഒക്കെ ആരടുത്ത് വെച്ചാലും കുഞ്ഞുസ്ഥാനം അറിയാം, എല്ലാവർക്കും അറിയാം. അതെ, ഞാൻ ചോദിച്ചോട്ടെ, അത് ഷേഖുനാടെ ഒരു കറാമത്താണ്. എനിക്കൊരു കഴിവില്ല. തീർച്ചയായിട്ടും ഷേഖുനാടെ ഫൈല്, ഷേഖുനാടെ ഏറ്റവും വലിയ ഫൈലാണല്ലോ. ഇപ്പം മടവൂര് ഷേഖുനാടെ വീടിൻ്റെ അടുത്ത് തന്നെ 1 കിലോമീറ്റർ ഉള്ളൂ മക്കാമിന്ന് കൂളിപ്പാറ എന്ന് പറഞ്ഞുകൊടുത്ത് ബൈത്ത് സുറൂർ. ഞാൻ എൻ്റെ ഭാര്യയും മക്കളൊക്കെ താമസിക്കുന്നു. അള്ളാഹു ബർക്കത്തുള്ള വീടാക്കട്ടെ. ആമീൻ. ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഷെയ്ഖുന പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ നിങ്ങള്, ഞാനാണ് ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത്, പ്ലെയിൻ ഞാൻ നിയന്ത്രിക്കുന്നു, ട്രെയിൻ ഞാൻ നിയന്ത്രിക്കുന്നു. അത് വെറും വാക്കല്ലല്ലോ. അതെ, ഷേഖുനാക്ക് അതിനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ലേ. ഷേഖുന ആരാണ് റബ്ബ്? ഷേഖുനാനെ പറഞ്ഞാൽ തീരുവോ? അവിടുത്തെ മധു പറഞ്ഞാൽ തീരുവോ? CM താര രാജ മടങ്ങ് വന്നു.